ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 13.3 എക്സസൈസിലെ ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5, 6, 7, 8, 9. അതിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. അത് വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ആദ്യം ഞാൻ വായിക്കാം. A container shaped like a right circular cylinder having diameter 12 cm and height 15 cm is full of ice cream. The ice cream is to be filled into cones of height 12 cm and diameter 6 cm having a hemispherical shape on the top. Find the number of such cones which can be filled with ice cream. This is the question. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കണ്ടെയ്നർ ഷേപ്പ് ലൈക്ക് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ. അപ്പോൾ ആദ്യം ഒരു സിലിണ്ടർ ഉണ്ട്, ഒരു കണ്ടെയ്നർ ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിലാണെന്ന് പറയുന്നത്. ഇനി എന്താണ് പറയണതെന്ന് നോക്കുക. ഹാവിങ് ഡയാമീറ്റർ 12 cm and height 15 cm. Diameter is given 12 cm. So we know radius will be 6 cm. And height is given 15 cm. Both are given in centimeter. The ice cream is to be filled into cones of height 12 cm. ഒരു കോണിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യണം അല്ലേ. നമുക്കറിയാം ഈ എക്സസൈസിൽ കൺവേർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ഫോമിലായിരുന്ന ഐസ്ക്രീം അത് കോണുകളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ കോണിൻ്റെ ടോപ്പ് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഹെമി സ്പിയറിൻ്റെ ഷേപ്പിലാണ് അല്ലേ. ഹെമി സ്പിയറിൻ്റെ ഷേപ്പിലാണ് കോണിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ ഒരു കണ്ടെയ്നർ, സിലിണ്ടറിൻ്റെ ഫോമിലുള്ള ഒരു കണ്ടെയ്നറിൽ ഐസ്ക്രീം നമ്മൾ കോണുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ആ കോണിൻ്റെ മുകൾ ഭാഗം ഒരു ഹെമി സ്പിയർ ആണ്. ഈ ഫോമിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയണത് ഇതാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സച്ച് കോൺസ് വിച്ച് ക്യാൻ ബി ഫിൽഡ് വിത്ത് ഐസ്ക്രീം. ഈ കണ്ടെയ്നറിലെ ഐസ്ക്രീം കോണുകളിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എത്ര കോൺസ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് കോൺസ് ക്യാൻ ബി ഫിൽഡ്. എത്ര നമ്പർ ഓഫ് കോൺസ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നു നോക്കാം നമുക്ക്. ഇതിൽ നമുക്കറിയാം കൺവേർഷൻ ഓഫ് സോളിഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സിലിണ്ടറിൻ്റെ ഷേപ്പിലുള്ള ഐസ്ക്രീം കോണും അതുപോലെ ഹെമിസ്ഫിയറും കൂടി ജോയിൻ ചെയ്തിട്ടുള്ളൊരു ഷേപ്പ് അല്ലേ, അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ വോളിയം ഓഫ് ഈ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഏതാ, ഒരു സിലിണ്ടർ അല്ലേ. വോളിയം ഓഫ് സിലിണ്ടർ വിൽ ബി ഈക്വൽ ടു എന്താ പറയുക, എത്ര കോണാണുള്ളത്, നമ്പർ ഓഫ് കോൺസ് n ആണെന്ന് വിചാരിക്കുക. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു n ഇൻറ്റു വോളിയം ഓഫ് കോൺ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 10 കോൺസ് ആണ് ഫില്ല് ചെയ്യാൻ പറ്റുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു വോളിയം ഓഫ് എ കോൺ പ്ലസ് ഹെമി സ്പിയർ. അപ്പോൾ 10 കോണാണ് ഫില്ല് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ 10 ഇൻറ്റു കോൺ എന്ന് വരും അല്ലേ. അതുപോലെ ഇവിടെ നമ്പർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കും, n ആണെന്ന് വിചാരിക്കും. സോ ഹൗ ക്യാൻ യു റിലേറ്റ് ദീസ് ടു ഫിഗർ. നമുക്ക് ഇങ്ങനെ പറയാം, വോളിയം ഓഫ് കണ്ടെയ്നർ ഏത് ഷേപ്പിലാണ്, സിലിണ്ടർ ആണ് അല്ലേ. സോ വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു ലെറ്റ് n ബി ദ നമ്പർ ഓഫ് കോൺസ്. നമ്പർ ഓഫ് കോൺസ് എത്രയാണെന്ന് അറിയില്ല, n കോൺസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുകയെന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഈസ് n ഇൻറ്റു അടുത്ത വരിക വോളിയം ഓഫ് ഏത് ഷേപ്പിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണേ, വോളിയം ഓഫ് എ കോൺ പ്ലസ് ഹെമി സ്പിയർ. കോണിൻ്റെ ഷേപ്പിലേക്ക് മാത്രമല്ല, ഒരു കോണും ഹെമിസ്ഫിയറും കൂടിയിട്ടുള്ള ഷേപ്പിലേക്കാണ് നമ്മൾ ഐസ്ക്രീം ഫില്ല് ചെയ്യാൻ പോണത് അല്ലേ. അപ്പോൾ n ഇൻറ്റു വോളിയം ഓഫ് കോൺ പ്ലസ് ഹെമി സ്പിയർ അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, n കോൺസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുകയെന്ന് വിചാരിക്കും. അപ്പോൾ n ഇൻറ്റു എന്താ വരിക, വോളിയം ഓഫ് കോൺ പ്ലസ് ഹെമിസ്ഫിയർ. അപ്പോൾ ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ കോണും ഹെമിസ്ഫിയറും കൂടി ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് വോളിയം ഓഫ് കോൺ പ്ലസ് ഹെമിസ്ഫിയർ എന്ന് എഴുതിയത്. ഓക്കെ, ഇനി നമുക്കിതിൽ അറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോളിയം ഓഫ് സിലിണ്ടർ നമുക്കറിയാം, ഫോർമുല πr²h. ഞാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുകയാണ് കാരണം രണ്ട് കേസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ക്യാപിറ്റൽ ഒന്ന് സ്മോൾ എടുക്കാം, കാരണം രണ്ട് കേസിലും റേഡിയസും ഹൈറ്റും വരും. അതുകൊണ്ട് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോൺസ് ഫില്ല് ചെയ്യാൻ പറ്റണം, നമുക്കറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റ് n ബി ദ നമ്പർ ഓഫ് കോൺസ്. അപ്പോൾ n ഇൻറ്റു വോളിയം ഓഫ് കോൺ, കോണിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല നമുക്കറിയാം 1/3 πr²h പ്ലസ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം 2/3 πr cube.
ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോണിൻ്റെ റേഡിയസും ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും രണ്ടും എന്താ സെയിം ആണ്. കാരണം നമുക്കറിയാം രണ്ടും കൂടി ചേർന്നതാണ് ആ ഫിഗർ. സോ ബോത്ത് റേഡിയസ് വിൽ ബി സെയിം. അപ്പോൾ ഇവിടെയും ആർ തന്നെ ആയിരിക്കും വരിക, ഇവിടെയും സെയിം ആർ തന്നെ ആയിരിക്കും വരിക. ഇനി നമുക്ക് അറിയാവുന്ന വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മുമ്പ് റൈറ്റ് സൈഡിൽ കോമൺ ടേംസ് പുറത്തെടുക്കാം അല്ലേ. ഈ രണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ രണ്ട് ടേം നോക്കിയാൽ 1/3 കോമൺ ആണെന്ന് പറയാം. കാരണം 2/3നെ 2 ഇൻറ്റു 1/3 എന്ന് എഴുതാം. നമ്മൾ പല പ്രോബ്ലത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് 1/3 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഒരു പൈ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ആർ സ്ക്വയർ ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ആർ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഏതൊക്കെ കോമൺ ആയിട്ട് പുറത്തെടുത്തേ? 1/3 പൈ പിന്നെ ആർ സ്ക്വയർ. ഈ മൂന്ന് ടേമും ഈ രണ്ട് ബ്രാക്കറ്റിലും കോമൺ ആണ്, അത് പുറത്തെടുത്തു. ബാക്കി ഇവിടെ ഉണ്ടാവുക ഒരു എച്ച് ഉണ്ടായിരിക്കും. ഇവിടെ 2/3ലെ 2 ബാക്കി ഉണ്ടാവും. 2 ഇൻറ്റു 1/3 ആണ് അല്ലേ. അതിൽ 1/3 പുറത്ത് പോയാൽ 2 ഉണ്ടാവും. ആർ ക്യൂബിലെ ആർ സ്ക്വയർ പുറത്ത് പോയാൽ ഒരു 6 ബാക്കി ഉണ്ടാവും. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു എച്ച് ഉണ്ടായിരിക്കും. ഇവിടെ ആർ ക്യൂബിലെ ആർ സ്ക്വയർ പുറത്ത് പോയാൽ ഒരു 6ഉം പിന്നെ ഇവിടെ ഒരു 2 ഉണ്ടാവും. 2r ഇതായിരിക്കും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി ഉണ്ടാവും. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ഇതായിരുന്നു. രണ്ട് സൈഡിലും നോക്കൂ, പൈ എന്ന് പറഞ്ഞ ടേം ഇപ്പോൾ കോമൺ ആണ് അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും പൈ കോമൺ ആണ്, അത് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഉണ്ടാവുക ആർ സ്ക്വയർ എച്ച്. ഇതിൽ ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 ആണ് ഡയാമീറ്റർ സിലിണ്ടറിൻ്റെ. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 6. ഹൈറ്റ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എച്ച് എടുക്കാം. എത്രയാ? 15 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. അപ്പോൾ ഇൻറ്റു 15. അപ്പോൾ റേഡിയസിന് പകരം 6 എന്ന് കൊടുത്തു, ഹൈറ്റിന് പകരം 15 എന്ന് കൊടുത്തു. എൻ അതുപോലെ തന്നെ എഴുതി, നമുക്കറിയില്ല. ഇൻറ്റു 1/3 അതുപോലെ എഴുതി. ഈ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കൂ. റേഡിയസ് എന്ന് പറഞ്ഞത് ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. കോണിൻ്റെ ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നു. നെക്സ്റ്റ് വാട്ട് ഈസ് ഗിവൺ? ഡയാമീറ്റർ 6 സെൻറ്റിമീറ്റർ. ഡയാമീറ്റർ ആണ് 6. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും റേഡിയസ്. അപ്പോൾ ഈ ആറിന് പകരം നമുക്ക് എത്ര കൊടുക്കുക? 3 സ്ക്വയർ, അതായത് 3 ഇൻറ്റു 3 വരും. ഇൻറ്റു എച്ച് ഹൈറ്റ് ഓഫ് ദ കോൺ എത്രയാ? 12. അത് നമുക്ക് കൊടുക്കാം. പ്ലസ് 2 ഇൻറ്റു എഗെയിൻ ആർ എന്ന് പറഞ്ഞാൽ എത്രയാ? 3 സെൻറ്റിമീറ്റർ അല്ലേ റേഡിയസ്. അപ്പോൾ ഇൻറ്റു 3. അപ്പോൾ ഇവിടെ റേഡിയസിന് 3 എന്നും ഹൈറ്റ് 12 അതിൽ കൊടുത്തു, കോണിൻ്റെ ഹെമിസ്ഫിയറിൻ്റെയും കേട്ടോ. ഇനി ഇതിൽ അറിയാത്തൊരൊറ്റ വാല്യൂ ഉള്ളൂ എൽ അല്ലേ. അതിനേക്കാൾ മുന്നേ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. തൽക്കാലം മൾട്ടിപ്ലൈ ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. 6 ഇൻറ്റു 6 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു 1/3 ഒരു 3യും ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. ബാക്കി അവിടെ ഉണ്ടാവുക n ഇൻറ്റു 3 ഇൻറ്റു 12 പ്ലസ് 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 അല്ലേ. അതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ n ഇൻറ്റു 3 ഇൻറ്റു 12 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 6 ഇൻറ്റു 6 ഇൻറ്റു 15 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്കുണ്ടാവുക n ഇൻറ്റു 3 ഇൻറ്റു 12 പ്ലസ് 6 18 ആയി. അതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്നിന് മാത്രം ഒരു സൈഡിൽ നിർത്തുക, ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 15 വിൽ റിമെയിൻ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ ഈ വാല്യൂ അതുപോലെ എഴുതി. എന്നിനെ അവിടെ നിർത്തിയിട്ട് ഈ രണ്ട് ടേമിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മാറി എന്താവും? ഡിവിഷൻ ആവും. 3 ഇൻറ്റു 18 ഈസ് ഈക്വൽ ടു n. അപ്പോൾ ഏതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത് അത് മാത്രം ഒരു സൈഡിൽ നിർത്തുക, ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. നമുക്കറിയാം 3 എന്ന് പറയുന്നത് 6ൽ 2 ടൈംസ് കട്ട് ചെയ്യാം. 6 18ൽ കട്ട് ചെയ്യാം 3 ടൈംസ് അല്ലേ. 3 15ൽ കട്ട് ചെയ്യാം 5 ടൈംസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 5 ബാക്കി ഉണ്ടാവും. 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. സോ n ഈസ് ഈക്വൽ ടു 10 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഏതാ? നമ്പർ ഓഫ് കോൺസ് ക്യാൻ ബി ഫിൽഡ്. അപ്പോൾ ഒരു സിലിണ്ടറിലെ ഐസ്ക്രീമിനെ നമുക്ക് കോണിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര കോൺസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുക? 10 കോൺസ് ക്യാൻ ബി ഫിൽഡ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര കോൺ നമുക്ക് ഫില്ല് ചെയ്യാമെന്ന് ചോദിച്ചാൽ ആൻസർ വരിക 10 കോൺസ് ക്യാൻ ബി ഫിൽഡ്. അങ്ങനെയാണ് ആൻസർ വരിക. ഇതായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. How many silver coins 1.75 centimeter in diameter and of thickness 2
mm must be melted to form a cuboid of dimensions 5.5 centimeter 10 centimeter into 3.5 centimeter. Very easy ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താ നോക്കും. How many silver coins 1.75 centimeter in diameter and of thickness 2 millimeter must be melted. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു സിൽവർ കോയിൻ ആണ് ഒരു സൈഡിൽ. പിന്നെ ബാക്കി ഏതാണ് ഫിഗർ പറയണത്? മറ്റൊരു ഫിഗർ എന്ന് പറയണത് എ ക്യൂബോയിഡ് ആണ് അല്ലേ. അപ്പോൾ എത്ര സിൽവർ കോയിൻസ് ആണ് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ക്യൂബോയിഡ് ഓഫ് ഡയമെൻഷൻ 5.5 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 3.5 സെൻറ്റിമീറ്റർ. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര സിൽവർ കോയിൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്? ഒരു ക്യൂബോയിഡ് ആണ് അല്ലേ. അത് മെൽറ്റ് ചെയ്തിട്ട് എത്ര സിൽവർ കോയിൻ മെൽറ്റ് ചെയ്തിട്ടാണ് ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കാൻ പറ്റുക അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് ഫിഗർ അത്ര മാത്രമാണ് ആലോചിക്കേണ്ടത്. ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ഏതാ? ഒരു സിൽവർ കോയിൻ അല്ലേ. ഒരു സിൽവർ കോയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സിൽവർ കോയിൻ എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പിലായിരിക്കും വരിക? ഒരു സിലിണ്ടറിൻ്റെ ഫോമിലായിരിക്കും ഒരു സിൽവർ കോയിൻ വരിക. അപ്പോൾ സിൽവർ കോയിൻ വിൽ ബി ഓൾവേസ് ഇൻ ഫോം ഓഫ് എ സിലിണ്ടർ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ട് ഫോം ചെയ്യണത് ഏതാ? ഒരു ക്യൂബോയിഡ് അല്ലേ. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, അതുപോലെ ഏതുണ്ട്? ഹൈറ്റ് ഉണ്ട് അല്ലേ. ദർ ഇസ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഓൾസോ ഹൈറ്റ് വിൽ ബി ഇത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ എത്ര സിൽവർ കോയിൻ മെൽറ്റ് ചെയ്തിട്ടാണ് ഈ ഡയമെൻഷനുള്ള ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ക്യൂബോയിഡിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ലെങ്ത് 5.5 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 ആണ്, അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാ? 3.5 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നു. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറയണത്? സിൽവർ കോയിൻ 1.7 സെൻറ്റിമീറ്റർ ഇൻ ഡയാമീറ്റർ. ഡയാമീറ്റർ ഓഫ് സിൽവർ കോയിൻ തന്നിട്ടുണ്ട്. എത്രയാ? 1.75 സെൻറ്റിമീറ്റർ ആണെന്ന് പറയണം. തിക്നെസ് തന്നിട്ടുണ്ട്. തിക്നെസ് ഓഫ് കോയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിക്നെസ് ഓഫ് കോയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ, അതാണ് ഉദ്ദേശിക്കുന്നത്. തിക്നെസ് ഓഫ് ദ കോയിൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. എത്രയാണെന്ന് തന്നിട്ടുള്ളത്? 2 millimeter ആണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള എല്ലാ മെഷർമെൻറ്റ്സും സെൻറ്റിമീറ്ററിലാണ്. നമുക്കറിയാം എല്ലാ മെഷർമെൻറ്റ്സും സെയിം യൂണിറ്റിലായിരിക്കണം. ഇവിടെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് തന്നിട്ടുള്ളത് ഏതാ? 2 millimeter ആണ്. മില്ലിമീറ്ററിനെ അപ്പോൾ നമുക്ക് ഏതിലേക്ക് ചേഞ്ച് ചെയ്യണം? സെൻറ്റിമീറ്ററിലേക്ക്. എങ്ങനെ ചേഞ്ച് ചെയ്യുക? 2 millimeter എന്ന് പറഞ്ഞാൽ എത്രയാ? 2/10 എന്തായിരിക്കും വരിക? സെൻറ്റിമീറ്റർ. ബിക്കോസ് all other terms are in centimeter, this also should be changed into centimeter. എല്ലാം സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ മില്ലിമീറ്റർ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? സെൻറ്റിമീറ്റർ. ഏതൊരു പ്രോബ്ലത്തിൽ തന്നാലും ആദ്യം ശ്രദ്ധിക്കേണ്ട എല്ലാം സെയിം യൂണിറ്റ് ആണോ നോക്കണം, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ h will be equal to 2 millimeter എന്നുള്ള എങ്ങനെ എഴുതാം? 2/10 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. വേണമെങ്കിൽ ക്യാപിറ്റൽ H എന്ന് എടുക്കാം. കാരണം ഇവിടെ LBH വരുമ്പോൾ 2 H ഉണ്ടായിരിക്കും, കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട്. ക്യാപിറ്റൽ H എന്ന് വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. നമുക്കിനി ഇത് കണക്ട് ചെയ്തിട്ട് എങ്ങനെ പറയാൻ പറ്റുക നോക്കാം. എന്താ നമുക്ക് ഫോം ചെയ്യേണ്ടത്? ഒരു ക്യൂബോയിഡ് ആണ് അല്ലേ. അപ്പോൾ വോളിയം ഓഫ് ക്യൂബോയിഡ് ഈസ് ഈക്വൽ ടു n സിൽവർ കോയിൻസ് ആണുള്ളതെന്ന് വിചാരിക്കുക. എത്ര സിൽവർ കോയിൻ ആണെന്ന് നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെ നമ്പർ ഓഫ് സിൽവർ കോയിൻസ് എന്താണെന്ന് അസ്യൂം ചെയ്യുക? n. അപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുക n ഇൻറ്റു എന്തായിരിക്കും വരിക? വോളിയം ഓഫ് എ സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു കോയിൻ ആണ്. കോയിൻ ഏത് ഷേപ്പിലാണ്? ഒരു ചെറിയ സിലിണ്ടറിൻ്റെ ഫോമിലാണ് കേട്ടോ. അപ്പോൾ n ഇൻറ്റു വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറയാം. ഇതായിരിക്കും വരിക. അതായത് ക്യൂബോയിഡിൻ്റെ വോളിയം എത്ര കോയിനാണുള്ളത് ആ കോയിനുകളുടെ ടോട്ടൽ വോളിയത്തിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. n ഇൻറ്റു വോളിയം ഓഫ് സിൽവർ കോയിൻ അല്ലെങ്കിൽ സിലിണ്ടറും വോളിയം ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. കാരണം ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് മറ്റൊന്ന് ഉണ്ടാക്കുന്നത്. നമ്പർ ഓഫ് സിൽവർ കോയിൻസ് മെൽറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ക്യൂബോയിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ?
അപ്പോൾ കൺവേർഷൻ ഫ്രം വൺ ഷേപ്പ് ടു അനദർ. ഇത് ഏതാ ഷേപ്പ്? ഒന്ന് സിലിണ്ടറും ഒന്ന് ഏതാ ക്യൂബോയിഡ് ആണ്. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. വോളിയം ഓഫ് ക്യൂബോയിഡ് കാണാനുള്ള ഫോർമുല L × B × H. N അതുപോലെ എഴുതി. വോളിയം ഓഫ് എ സിലിണ്ടർ, സിലിണ്ടറിൻ്റെ വോളിയം എന്ന് കാണാനായിട്ട് ഫോർമുല നമുക്കറിയാം πr²h. ഇവിടെ H ക്യാപിറ്റൽ എടുക്കാം, കാരണം ഇവിടെ സ്മോൾ h ഉള്ളത് കൊണ്ടാണ് ഒന്ന് ക്യാപിറ്റലായിട്ട് എടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലിൻ്റെ വാല്യൂ 5.5 ആണ്. ക്യൂബോയിഡിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത് 10 ആണ്, ഹൈറ്റ് തന്നിട്ടുണ്ട് 3.5 ആണ് അല്ലേ. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസ് ഈക്വൽ ടു n അറിയില്ല, n തന്നെ എഴുതി. പൈയുടെ വാല്യൂ 22/7. r റേഡിയസ് ഓഫ് ദ കോയിൻ എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ 1.75 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 1.75/2 അങ്ങനെ എടുത്താൽ മതി. സോ 1.75/2 അതായിരിക്കും റേഡിയസ് വരിക. റേഡിയസ് സ്ക്വയർ ആയതുകൊണ്ട് 1.75/2 2 ടൈംസ് എഴുതി. ഇൻറ്റു h. h നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2/10 എന്നാണ് വരിക. അപ്പോൾ 2/10 എന്ന് കൊടുത്തു. അറിയാവുന്ന വാല്യൂസ് ഒക്കെ കൊടുത്തു. റേഡിയസ് 1.75/2 സ്ക്വയർ ആയതുകൊണ്ട് 2 പ്രാവശ്യം എഴുതി. h എന്ന് പറഞ്ഞ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ അല്ലെങ്കിൽ കോയിൻ, അതായത് 2/10 സെൻറ്റിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരിക. ഇനി എല്ലാ വാല്യൂസിനെയും ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. n മാത്രം റൈറ്റ് സൈഡിൽ മതി അല്ലേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിനേക്കാൾ മുന്നേ വേണമെങ്കിൽ നമുക്ക് 5.5 × 10 എന്ന് പറഞ്ഞാൽ ഡെസിമൽ മാറി അല്ലേ. 55 എന്ന് എഴുതാം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ മാറും. ഇൻറ്റു 3.5 അതുപോലെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഈക്വൽ ടു, ഇവിടെ നോക്കൂ, n ഇൻറ്റു ഇവിടെയുള്ള ന്യൂമറേറ്ററിലെ എല്ലാ ടേമും ഇവിടേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വരും അല്ലേ. അപ്പോൾ 22 എവിടെ വരിക? ഡിനോമിനേറ്ററിലായി. നെക്സ്റ്റ് 1.75 ഇൻറ്റു 2. ഈ എല്ലാ ടേമും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വരും. ഇനി ഇവിടെ ഡിനോമിനേറ്ററിലുള്ള എല്ലാ ടേമും ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് വരും അല്ലേ. അപ്പോൾ ഇവിടേക്ക് വരും 7 × 2 × 2 × 10. ഞാൻ ചെയ്തത് റൈറ്റ് ഹാൻഡ് സൈഡിലെ ബ്രാക്കറ്റിലെ ന്യൂമറേറ്ററിലെ എല്ലാ ടേമും അപ്പുറത്തേക്ക് എടുത്തപ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വന്നു. ഡിനോമിനേറ്ററിലെ എല്ലാ ടേമും അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ന്യൂമറേറ്ററിലേക്കും വന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇനി ഏത് മാത്രമേ ഉള്ളൂ? n മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. 55 അതിൽ നമുക്ക് 2 × 2 × 10 ഇൻറ്റു അല്ലേ. 55 11 കട്ട് ചെയ്യാം അല്ലേ. 11 എത്ര ടൈംസാണ്? 5 ടൈംസ്. 22 11 2 ടൈംസ് അല്ലേ. 22 11 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 ടൈംസ്. 55 11 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 5 ടൈംസായി. ബാക്കി ഉണ്ടാവും ഇങ്ങനെയാണ്. ഒരു 2 കൂടി ഉണ്ട്. ആ 2ഉം ഈ 2ഉം കൂടി ക്യാൻസൽ ചെയ്യാം. വേറൊരു 2 കൂടി ഉണ്ട്. ആ 2ഉം ഈ 2ഉം കൂടി എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇനി ബാക്കി റിമെയിൻ ചെയ്യുന്നത് 7 ഇൻറ്റു ഇവിടെയുള്ള 5 ഞാൻ എഴുതി. നോക്കൂ, ഈ 10 × 3.5 മൾട്ടിപ്ലൈ ആവും അല്ലേ. ഇപ്പോൾ ഡെസിമൽ മാറിയിട്ട് എന്താവും? 35 ആയി. 10നെ 3.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 ആയി. ഡിവൈഡഡ് ബൈ ബാക്കി ഇവിടെ ഉണ്ടാവുക 1.75 ഇൻറ്റു 1.75 എന്ന് പറഞ്ഞാൽ 2 ടേമാണ്. ഇനി ഇതിലെ ഡെസിമൽ മാറ്റാനായിട്ട്, ഡെസിമൽ കഴിഞ്ഞ് ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെയും 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ. ടോട്ടൽ ഡെസിമൽ കഴിഞ്ഞിട്ട് അപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഡെസിമൽ കളയാനായിട്ട് മുകളിലും അടിയിലും ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് കേട്ടോ ഡെസിമൽ മാറ്റാനായിട്ട്. ഈസ് ഈക്വൽ ടു n. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10,000 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതുപോലെ വരും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് ഇതുപോലെ വരും. 7 × 5 × 35 × 10,000 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നോക്കൂ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ മാറി 175 × 175 എന്നാവും. ഈക്വൽ ടു എന്തായിരിക്കും? n എന്ന് വരും അല്ലേ. നെക്സ്റ്റ് ഈസി ആയിട്ട് നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 175 17 നമുക്കറിയാം 3 ടൈംസ്. 25 5 ടൈംസ് 35 ആവും അല്ലേ. 5 175 35 ടൈംസ് 7 35 എത്ര ടൈംസാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം. ഇവിടെ ഒരു 35 ഉണ്ട്, ഇവിടെ ഒരു 35 ഉണ്ട് അല്ലേ. ഇത് രണ്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. 35 and 35 can be cancelled. 5 175 35 ടൈംസ് 35ഉം 35ഉം കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 7 റിമെയിൻ ചെയ്യും, അതുപോലെ ഉണ്ടാവും.
ഈ 7 എടുത്ത് 175 നമുക്ക് കട്ട് ചെയ്യാം. 7 17ൽ 2 ടൈംസ് അല്ലേ, 14 റിമൈനിങ് 3 35 5 ടൈംസ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് വരിക? 25. 7 175ൽ 25 ടൈംസ് കട്ട് ചെയ്യാം. നെക്സ്റ്റ് 25 100ൽ എത്ര ടൈംസാണ്? 4 ടൈംസ് ആണല്ലേ. അങ്ങനെയാണെങ്കിൽ എല്ലാം സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുക n ഈസ് ഈക്വൽ ടു 400. നമ്പർ ഓഫ് സിൽവർ കോയിൻസ് എത്രയായിരിക്കും വരിക? 400. അപ്പോൾ 400 സിൽവർ കോയിൻസ് മെൽറ്റ് ചെയ്താലാണ് ഈ ഷേപ്പിലുള്ള ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കാനായിട്ട്, ഈ സൈസിലുള്ള ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആൻസർ ഏതാ വരിക? n ഈസ് ഈക്വൽ ടു 400. ദാറ്റ് വിൽ ബി ദ ആൻസർ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ രണ്ട് പ്രോബ്ലം ഒരുപോലെ ചെയ്യണേ. n കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടും. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് പറയുന്നത്. മറ്റൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. A cylindrical bucket 32 cm high and with radius of base 18 cm is filled with sand. This bucket is emptied on the ground and a conical heap of sand is formed. If the height of the conical heap is 24 cm, find the radius and slant height of the heap. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ മറ്റൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. മറ്റൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല. Question number 7. A cylindrical bucket, it is given 32 cm high. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ബക്കറ്റ് ആണ് ആദ്യം തന്നിട്ടുള്ളത്. 32 cm ഹൈ ആണെന്ന് പറയുന്നുണ്ട്. ഹൈറ്റ് തന്നിട്ടുണ്ട് 32 cm സിലിണ്ടറിക്കൽ ബക്കറ്റ്. റേഡിയസ് ഓഫ് ബേസ് ഈസ് 18 cm. ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 18 cm ആണെന്ന് പറയണം. Hence filled with sand, this bucket is emptied on the ground and a conical heap of sand is formed. കോണിക്കൽ ഹീപ്പാണ് നമ്മൾ ഫോം ചെയ്യുന്നത് അല്ലേ. ഒരു കോണിക്കൽ ഹീപ്പ് ഫോം ചെയ്യാണ്. Conical heap of sand is formed if the height of the conical heap is 24 cm. Height is given 24 cm. Find the radius and slant height of the heap. നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. First we have to find out radius of this cone. Next we have to find out slant height. Slant height എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സ്ലൈഡഡ് ആയിട്ട് അല്ലേ, ഈ ചെരിഞ്ഞിട്ടുള്ള ലെങ്ത് ആണ്, അത് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്, അത് കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റേഡിയസും നമുക്ക് കണ്ടുപിടിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റേഡിയസും സ്ലാൻഡ് ഹൈറ്റും. അപ്പോൾ ഫിഗറിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? രണ്ടിൻ്റെയും വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. കാരണം ഒരു ഷേപ്പ് മറ്റൊരു ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വോളിയം വിൽ റിമെയിൻ സെയിം. അപ്പോൾ വോളിയം ഓഫ് ആദ്യത്തെ ഷേപ്പ് ഏതാ? ബക്കറ്റ്. ബക്കറ്റ് എന്ന് പറഞ്ഞ ഷേപ്പാ സിലിണ്ടർ. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് കോൺ. ഈ ക്വസ്റ്റ്യനിൽ സിലിണ്ടറിലെ വോളിയം കോണിൻ്റെ വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ഒന്ന് മറ്റൊന്ന് ഫോമിലേക്ക് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വോളിയം ഓഫ് ബക്കറ്റ്. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പാ? സിലിണ്ടർ അല്ലേ. ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ഷേപ്പ് ഏതാ? ഒരു കോൺ ആണ് അല്ലേ. സോ വോളിയം ഓഫ് കോൺ. രണ്ടിൻ്റെ വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർമുല അറിയാം. വോളിയം ഓഫ് സിലിണ്ടർ, വാട്ട് ഇസ് എ ഫോർമുല? പൈ ആർ സ്ക്വയർ എച്ച്. അഗെയിൻ ഞാൻ പറഞ്ഞു രണ്ട് കേസിലും റേഡിയസും ഹൈറ്റും വരുന്നുണ്ടെങ്കിൽ ഒന്ന് ക്യാപിറ്റൽ ഒന്ന് സ്മോൾ ലെറ്റർ എടുക്കുക. ഞാൻ ഈ ഫസ്റ്റ് കേസിലെ റേഡിയസും ഹൈറ്റും ക്യാപിറ്റൽ എടുത്തു, സെക്കൻഡ് കേസ് സ്മോൾ ലെറ്റർ എടുക്കാം. വോളിയം ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ ഏതാ വരിക? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 പൈ ആർ സ്ക്വയർ എച്ച്. സിലിണ്ടർ ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്തത്? കോണിലേക്കാണ് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ രണ്ടിൻ്റെയും വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കൂ, രണ്ട് സൈഡിലും പൈ കോമൺ ആണ് അല്ലേ. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഉണ്ടാവും ഇവിടെ ആർ സ്ക്വയർ എച്ച്. ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് സിലിണ്ടർ എത്രയാണ്? 18 ആണ്. അപ്പോൾ 18 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 32 അല്ലേ. ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇവിടെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആർ സ്ക്വയർ എന്ന് തന്നെ എഴുതി. ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 24 അല്ലേ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3/24 കട്ട് ചെയ്യാം. എത്ര ടൈംസാ? 8 ടൈംസ്. അങ്ങനെയാണെങ്കിൽ 18 ഇൻറ്റു 32 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. 8ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 8 എന്നാവും അല്ലേ. ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇനി ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ആർ സ്ക്വയർ മാത്രമേ ഉള്ളൂ.
3 24 കട്ട് ചെയ്തിട്ടാണ് 8 വന്നത്. 8ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ടാ. നെക്സ്റ്റ് ടൈം നമുക്ക് 32 കട്ട് ചെയ്യാം 4 ടൈംസ് അല്ലേ. അപ്പോൾ 18 × 4 ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആർ സ്ക്വയർ എന്ന് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാ ആർ സ്ക്വയർ എന്ന് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? സ്ക്വയർ റൂട്ട് എടുക്കണം അല്ലേ. 18 × 4 എന്നാണ്. 18 × 18 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പെയറായി. ഒരു പെയർ വന്നാൽ ഒരു ടേം പുറത്തെടുക്കാം അല്ലേ. അപ്പോൾ 18 × 18 ഏതാ പുറത്തേക്ക് വരിക? ഒരു 18 പുറത്തെടുക്കാം സ്ക്വയർ റൂട്ട് കാണുമ്പോൾ. 4ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 2. അപ്പോൾ 2ഉം പുറത്തെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാതെ ചെയ്തത്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഇത് ഓൾറെഡി പെയർ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ 18 ഒരു പെയർ ആയതുകൊണ്ട് ഒരു 18 പുറത്തേക്ക് വന്നു. 4ൻ്റെ റൂട്ട് എത്രയാ? 2. അല്ലെങ്കിൽ 4നെ 2 × 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഒരു 2 പുറത്തേക്ക് എടുക്കാം. സോ 2 ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. അപ്പോൾ R എന്ന് പറഞ്ഞാൽ എത്ര വരിക? 18 × 2 വിച്ച് വിൽ ബി ഈക്വൽ ടു 36 സെൻറ്റിമീറ്റർ ആയിരിക്കും ഏത് വരിക? റേഡിയസ് വരിക. ഇങ്ങനെയാണ് റേഡിയസ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് അവർ ചോദിച്ചിട്ടുള്ളത് സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട് അല്ലേ. സ്ലാൻഡ് ഹൈറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കോണിൻ്റെ പെർപെൻഡിക്കുലർ ഹൈറ്റിനെ നമ്മൾ h എന്ന് പറയും. ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയും അല്ലേ. കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല നമുക്കറിയാം. എന്തായിരുന്നു? L² ഈസ് ഈക്വൽ ടു h² + r² അല്ലേ. ഇവിടെ h എന്ന് പറഞ്ഞാൽ എത്രയാ? 24. അപ്പോൾ 24² പ്ലസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എത്രയാ? 36 അല്ലേ. അപ്പോൾ 36². കോണിൻ്റെ കേസിലാണ് സ്ലാൻഡ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോണത്. 2 ടേമാണ് കണ്ടുപിടിക്കാനുള്ളത്, റേഡിയസും സ്ലാൻഡ് ഹൈറ്റും. റേഡിയസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സ്ലാൻഡ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 24² എന്ന് പറഞ്ഞാൽ 576 ആണ്. നിങ്ങൾക്കറിയാം 24ൻ്റെ സ്ക്വയർ 576 ആണ്. ഇനി 36ൻ്റെ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ അറിയാം 1296 ആയിരിക്കും വരും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 36 × 36 നോക്കിയാൽ അറിയാം 1296 ആയിരിക്കും. ആഡ് ചെയ്യുമ്പോൾ 1296 + 576 അല്ലേ. 12 റിമൈനിങ് 1. So what you will be getting is 1872 അതായിരിക്കും വരിക. ആഡ് ചെയ്യുമ്പോൾ അത് L² ആണ്. അപ്പോൾ Lൻ്റെ വാല്യൂ കാണാനായിട്ട് √1872 അതായിരിക്കും വരിക. 1872 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നിങ്ങൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം കറക്റ്റ് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇങ്ങനെയൊക്കെ ആവും വരിക. 2 എന്നിങ്ങനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. ചെയ്ത് വരുമ്പോൾ ഇതുപോലെ വരും. 12 × 13 അതായിരിക്കും ഫാക്ടേഴ്സ് വരും. ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പറയാണ്. 1872ൻ്റെ ഫാക്ടേഴ്സ് വരിക 12 × 12 × 13 ആയിരിക്കും വരിക. അപ്പോൾ 12 ഒരു പെയർ ആണ് അല്ലേ. അതിൽ നിന്ന് 12 പുറത്തെടുക്കാം. ബാക്കി ഇവിടെ പെയർ ഇല്ലാത്തത് ഏതാ? 13. അതുപോലെ എഴുതാം. L ഈസ് ഈക്വൽ ടു 12√13 സെൻറ്റിമീറ്റർ. ഇതായിരിക്കും ആൻസർ വരിക. കറക്റ്റ് ഒരു വാല്യൂ ഇവിടെ നമുക്ക് കിട്ടില്ല, കാരണം പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. കാരണം കൃത്യമായിട്ട് അല്ലെങ്കിൽ ഡെസിമലായിട്ട് ചെയ്യണം. അതിനേക്കാൾ എളുപ്പത്തിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ട് കറക്റ്റ് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. 7th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയാണ് റേഡിയസ് 36ഉം L ഇതുപോലെ √1872 വേണമെങ്കിൽ 12√13 എന്നാണ് വരിക. 12√13 സെൻറ്റിമീറ്റർ അങ്ങനെയായിരിക്കും വരിക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 8. ഈ 2 പ്രോബ്ലമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ആ ഐഡിയ പിടികിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ആ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവും. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് അത് രണ്ടും ഉണ്ട്. ഞാൻ വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ടർ ഇൻ എ കനാൽ 6 meter wide and 1.5 meter deep is flowing with a speed of 10 km/h. How much area will it irrigate in 30 minutes if 8 cm of standing water is needed? ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. 2 പ്രാവശ്യമെങ്കിലും മിനിമം ഈ ക്വസ്റ്റ്യൻസ് വായിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് ആ ഐഡിയ പിടികിട്ടുള്ളൂ. എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ടർ ഇൻ എ കനാൽ. നമുക്കറിയാം കനാലിലെ വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
speed is given 10 km/h ആണ് speed of water flowing. How much area will it irrigate in 30 minutes? 30 minutesൽ എത്ര ഏരിയ ആണ് ഇറിഗേറ്റ് ചെയ്യുക അതാണ് കണ്ടുപിടിക്കേണ്ടത്. If 8 cm standing water is needed. ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇതാണ്. അത് ക്ലിയർ ആയാലാണ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു കനാലിലൂടെ വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലെ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് തിങ് വാട്ട് ഇറ്റ് ഈസ് ഗിവൺ. If suppose the water is flowing through a canal, you know, it will be like this. Suppose water is flowing through a canal, you can assume that canal will be in which shape? If you want, you can assume that canal will be in form of a cuboid. വാട്ടർ ഫ്ലോ ചെയ്യണത് ഒരു കനാലിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അത് ഏത് ഷേപ്പിലായിരിക്കും? ഏകദേശം ഒരു ക്യൂബോയിഡിൻ്റെ ഫോമിലായിരിക്കും. അതാണ് നമ്മുടെ മനസ്സിൽ ഐഡിയ വരേണ്ടത്. ഒരു വാട്ടർ കനാലിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ, വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ, കനാലിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? ഒരു ക്യൂബോയിഡിൻ്റെ ഫോം ആയിരിക്കും. ആ ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. 2 തരത്തിൽ ഈ പ്രോബ്ലം ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യൂബോയിഡ് പോലെയാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. വാട്ടർ ഒരു കനാലിലൂടെ ഇങ്ങനെ ക്യൂബോയിഡിൻ്റെ ഫോമിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എന്താ ചെയ്യണത്? അത് ഇറിഗേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? ഇൻ 30 minutes ഹൗ മച്ച് ഏരിയ വിൽ ഇറ്റ് ഇറിഗേറ്റ്? 30 minutesൽ എത്ര ഏരിയ ഓഫ് വാട്ടർ ആണ് ഇറിഗേറ്റ് ചെയ്യുക? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യണമെന്ന് വിചാരിക്കാം. ആ ഫ്ലോ ചെയ്യണ വാട്ടർ നമ്മൾ എവിടെയെങ്കിലും ഇറിഗേറ്റ് ചെയ്യണം, സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡിങ് വാട്ടർ, ഹൈറ്റ് ഓഫ് ദ സ്റ്റാൻഡിങ് വാട്ടർ ഈസ് സ്റ്റാൻഡിങ് വാട്ടർ ഈസ് 8 cm എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8 cm ആണ് ആ വാട്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. H is equal to 8 cm. വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുള്ള വാട്ടറിൻ്റെ ഹൈറ്റ്, സ്റ്റാൻഡിങ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 8 cm ആണെന്ന് പറയണം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എത്ര ഏരിയ ഓഫ് വാട്ടർ ആയിരിക്കും ഇറിഗേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. കനാലിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നു. ആ വാട്ടറാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്യണത്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഇറിഗേറ്റഡ് അങ്ങനെ പറയാം അല്ലേ? അതും വോളിയം ഓഫ് വാട്ടർ ഫ്ലോ ത്രൂ ദ കനാൽ ഇൻ 30 seconds എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടി ഞാൻ പറയാം, വളരെ ശ്രദ്ധിച്ചിരിക്കുക. 30 minutesൽ ഈ കനാലിലൂടെ ഫ്ലോ ചെയ്യണ വാട്ടർ ആയിരിക്കും ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടാവുക, ഇറിഗേറ്റ് ചെയ്യേണ്ടാവുക അല്ലേ? അപ്പോൾ 30 minutesൽ കനാലിലൂടെ ഫ്ലോ ചെയ്യണ വാട്ടറിൻ്റെ വോളിയം, ഇറിഗേറ്റ് ചെയ്യണ വാട്ടറിൻ്റെ വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെയും കൺവേർഷനാണ്. വാട്ടർ കനാലിലൂടെ ഷേപ്പിലൂടെ വരുന്നു, ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ നമ്മളിവിടെ നമുക്ക് കിട്ടുന്നു. ഈ 2 വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ 30 minutesൽ കനാലിലൂടെ ഫ്ലോ ചെയ്യണ വാട്ടറിൻ്റെ വോളിയം, പിന്നെ ഏതാ ഇറിഗേറ്റ് ചെയ്തിട്ടുള്ള വാട്ടറിൻ്റെ വോളിയവും രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇങ്ങനെയാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള അനുസരിച്ചിട്ട് വോളിയം ഓഫ് വാട്ടർ എന്താ പറഞ്ഞിട്ടുള്ളത്? 30 minutes ആണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഹാഫ് അവർ അല്ലേ? ഡിസ്ചാർജ് ഇൻ 30 minutes അല്ലേ, അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ എന്ന് പറയാം. 30 minutes ത്രൂ ഏതായിരിക്കും വരിക? കനാൽ എന്ന് പറയാം. കനാൽ ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ബി? വോളിയം ഓഫ് വാട്ടർ ഇൻ ഫീൽഡ്. ഫീൽഡിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്തിട്ടുള്ള വാട്ടറിൻ്റെ വോളിയം രണ്ടും സെയിം ആയിരിക്കും. ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എന്താ? 30 minutesൽ കനാലിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ വോളിയവും ഫീൽഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യണത് അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്യണ വാട്ടറിൻ്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ഇതിലൂടെ ഫ്ലോ ചെയ്യണ വാട്ടറാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യണത്. അപ്പോൾ
അപ്പോൾ രണ്ടിൻ്റെയും വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആലോചിക്കുന്നത് ഇങ്ങനെ 30 മിനിറ്റ്സിൽ ഈ കനാലിലൂടെ എത്ര വാട്ടറാണോ ഫ്ലോ ചെയ്യണേ അത്രയും വാട്ടർ ആയിരിക്കും നമ്മളിവിടെ സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്യണത്. ആ വോളിയം ഓഫ് വാട്ടർ രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി നോക്കുക, ഈ കനാൽ ഏത് ഷേപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഏതാണെന്ന് അസ്യൂം ചെയ്യാം. ഒരു ക്യൂബോയിഡ് ഷേപ്പാണെന്ന് വിചാരിക്കുക. ഒരു കനാൽ, അതിൽ ലെങ്ത്ത് ക്യൂബോയിഡാണെന്ന് പറയാൻ കാരണമുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അവരെന്താ, വാട്ടറിൻ്റെ കനാൽ 6 മീറ്റർ വൈഡ്, വിഡ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താ തന്നിട്ടുള്ളത്, 1.5 മീറ്റർ ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. അപ്പോൾ വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏതായിരിക്കും വരിക? ഒരു ക്യൂബോയിഡ് ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് മനസ്സിലായത് കനാൽ ഒരു ക്യൂബോയിഡ് ഷേപ്പാണെന്ന്. അങ്ങനെയാണെങ്കിൽ വാട്ടർ ഡിസ്ചാർജ് ഇൻ 30 മിനിറ്റ്സ് ത്രൂ കനാൽ, കനാലിലൂടെ 30 മിനിറ്റ്സിൽ ഒഴുകുന്ന വാട്ടറിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് ഏത് ഷേപ്പാണ്? കനാൽ എന്ന് പറയുന്നത് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഏത് ഷേപ്പായിരിക്കും? കനാലിലൂടെ ഒരു ക്യൂബോയിഡാണ്. അതിന് ലെങ്ത് ഉണ്ട്, പിന്നെ ഏതുണ്ട്? ബ്രെഡ്ത്ത് ഉണ്ട്, അതുപോലെ ഏതുണ്ടാവും? ഹൈറ്റ് ഉണ്ടാവും. നമുക്കറിയാം കനാലിലെ ലെങ്ത് വേണമെങ്കിൽ പറയാം, ബ്രെഡ്ത്ത് ഉണ്ട്, അതിൻ്റെ വിഡ്ത്ത് അല്ലേ, അതാണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്ത്ത്, എത്ര താഴ്ചയാണുള്ളത്, ഡീപ്നെസ്, അതാണ് ഉദ്ദേശിക്കുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് കനാലിൻ്റെ. അപ്പോൾ ഇവിടെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്കറിയാം കനാൽ ഏത് ഷേപ്പാന്ന് പറഞ്ഞു? ഒരു ക്യൂബോയിഡാണ്. ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏതാ? L × B × H. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഡിസ്ചാർജ് ഇൻ 30 മിനിറ്റ്സ് ത്രൂ കനാൽ, കനാൽ ഏത് ഷേപ്പിലാണ്? ക്യൂബോയിഡ് ഷേപ്പിലാണ്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏതാ? L × B × H. ഇസ് ഇറ്റ് ഓക്കെ? കനാൽ നമ്മുടെ ക്യൂബോയിഡ് പോലെ നമ്മൾ അസ്യൂം ചെയ്താൽ വളരെ ഈസിയാണ്. ആ കൺസെപ്റ്റ് മനസ്സിൽ വയ്ക്കുക. ഇനി വോളിയം ഓഫ് വാട്ടർ ഇൻ ഫീൽഡിൽ നമ്മൾ ഇറിഗേറ്റ് ചെയ്യണ വാട്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ, വോളിയം ഓഫ് വാട്ടർ ഇൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സോളിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് ബേസിക് ആയിട്ടൊരു ഫോർമുല ഉണ്ട്. വോളിയം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ഏതാ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതാണ് വോളിയം ഓഫ് എനി സോളിഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ബേസ് ഫോർമുല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, വോളിയം ഓഫ് വാട്ടർ ഇറിഗേറ്റഡ് കണ്ടുപിടിക്കാനായിട്ട് അത് ഏത് ഷേപ്പാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കറിയാം ഏത് ഷേപ്പ് ആയിക്കോട്ടെ, വോളിയം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ഏതാ? ഏരിയനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് കിട്ടും? വോളിയം. അത് ബേസിക് ഫോർമുലയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ ഏതാ? ഏരിയ ഇൻറ്റു ഹൈറ്റ്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതുകൊണ്ടാണ് ഞാനിവിടെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതിയത്. അത് ഏത് ഷേപ്പാണെന്ന് നമുക്കറിയില്ല ഇറിഗേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ബേസിക് ഫോർമുല വോളിയം എന്ന് പറഞ്ഞാൽ ഏതാ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ആ ഫോർമുലയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് ഇവിടെ L എന്ന് പറയുന്നത് അറിയില്ല നിങ്ങൾക്ക്. ലെങ്ത് ഓഫ് കനാൽ എന്ന് പറഞ്ഞിട്ട് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് അല്ലേ. കനാലിൻ്റെ വിഡ്ത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാ? 6 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് ബ്രെഡ്ത്ത്. നെക്സ്റ്റ് ഏതാ? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്പാണ്, ഡെപ്ത്ത് എന്ന് പറയാം അല്ലേ. എത്രയാണ് തന്നിട്ടുള്ളത്? 1.6 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ കനാൽ തന്നിട്ടുണ്ട് 1.5. അപ്പോൾ വിഡ്ത്ത് 6, ഹൈറ്റ് 1.5, 2 മീറ്റർ ആണ് കേട്ടോ. അത് രണ്ടും തന്നിട്ടുണ്ട്. ലെങ്ത്ത് തന്നിട്ടില്ല, അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ല അറിയാവുന്ന വാല്യൂ. ബേസ് ഏരിയ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് വാട്ടർ ഇറിഗേറ്റഡ്, അതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ അതുപോലെ തന്നെ എഴുതി. ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വാട്ടർ ഇറിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇഫ് 8 സെൻറ്റിമീറ്റർ ഓഫ് സ്റ്റാൻഡിങ് വാട്ടർ ഈസ് നീഡഡ്. നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന വാട്ടർ എത്രയായിരിക്കണം? 8 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആയിരിക്കണം എന്ന് അവർ പറയണു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൈറ്റ് അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ്? 8 സെൻറ്റിമീറ്റർ സ്റ്റാൻഡിങ് വാട്ടർ എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻഡിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഏതാ? ഹൈറ്റ് ആണ്. അത് 8 സെൻറ്റിമീറ്റർ. അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ ഒരു L അറിയില്ല. നിങ്ങൾ നല്ലോണം നോക്കൂ. ഈ വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെങ്ത് ഓഫ് വാട്ടർ ഫ്ലോസ് ത്രൂ 30 മിനിറ്റ്സ്. അതാണ് ലെങ്ത് ഓഫ് ക്യൂബോയിഡ് എന്ന് പറഞ്ഞത്. ഞാൻ ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് കനാലല്ല നമ്മൾ അസ്യൂം ചെയ്യണത്, മനസ്സിലാക്കണം. 30 മിനിറ്റ്സിൽ എത്ര ലെങ്ത് ആണോ വാട്ടർ ഫ്ലോ ചെയ്യുക അതാണ് L എന്ന് പറയണത്. 30 മിനിറ്റ്സിൽ എത്ര ലെങ്ത് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം വാട്ടർ ഫ്ലോ ചെയ്യണ്ടോ അതാണ് ഈ ക്യൂബോയിഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് 30 മിനിറ്റ്സിൽ എത്ര വാട്ടർ ആണ് ഫ്ലോ ചെയ്യണേ അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ആണ് വാട്ടർ ഫ്ലോ ചെയ്യണേ അതാണ് നമ്മുടെ ലെങ്ത് ഓഫ് കനാൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് പറയാൻ വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് വാട്ടർ ഫ്ലോസ് ഇൻ 30 മിനിറ്റ്സ്.
30 മിനിറ്റിൽ വാട്ടർ എത്ര ദൂരമാണ് ഒഴുകുക അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ഫ്ലോ ചെയ്യുക, അതാണ് നമ്മുടെ ലെങ്ത് ഓഫ് കനാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അസ്യൂം ചെയ്യേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ഏതാ? സ്പീഡ് ഇൻറ്റു ടൈം. ഒന്നുകൂടി ഞാൻ പറയാം. ലെങ്ത് ഓഫ് കനാൽ, ഈ ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഒരു അല്പം ബുദ്ധിമുട്ടുള്ളത് മനസ്സിലാക്കുക. ലെങ്ത് ഓഫ് കനാൽ എന്ന് പറഞ്ഞുകൊണ്ട് മീൻ ചെയ്യണത് 30 മിനിറ്റ്സിൽ എത്ര ഡിസ്റ്റൻസ് ആണോ വാട്ടർ ഫ്ലോ ചെയ്യണേ, അതാണ് അതിൻ്റെ ലെങ്ത് ഓഫ് കനാൽ എന്ന് നമ്മൾ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കനാൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ലെങ്ത് ഓഫ് വാട്ടർ ഫ്ലോസ് ഇൻ 30 മിനിറ്റ്സ്. മനസ്സിലായോ? ത്രൂ കനാൽ. കനാലിൻ്റെ ലെങ്ത് അല്ല, 30 മിനിറ്റിൽ ഒഴുകുന്ന വാട്ടറിൻ്റെ ലെങ്ത്ത്, ഒഴുകുന്ന വാട്ടറിൻ്റെ ഡിസ്റ്റൻസ്, അതാണ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാ? ഡിസ്റ്റൻസ് ഓഫ് വാട്ടർ മൂവ്സ് ഇൻ 30 മിനിറ്റ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റൻസ് കാണാനായിട്ട് നമുക്ക് ഫോർമുല ഉണ്ട്. ഏതാ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കൂ, വാട്ടർ ഫ്ലോ ചെയ്യണ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 10 കിലോമീറ്റർ പെർ അവർ അല്ലേ. അപ്പോൾ നമുക്ക് 10 കിലോമീറ്റർ പെർ അവർ എന്ന് തന്നിട്ടുണ്ട്. ടൈം തന്നിട്ടില്ല. ടൈം എന്ന് പറയുന്നത് ആക്ച്വലി ടൈം ഉണ്ട്. എത്രയാ? 30 മിനിറ്റ്സ് എന്നല്ലേ പറയണേ. 30 മിനിറ്റ്സിനെ അവറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ എഴുതാ? 30/60 അവർ. എന്തുകൊണ്ടാണ് അവറിലേക്ക് ചേഞ്ച് ചെയ്യാൻ കാരണം? സ്പീഡ് പെർ അവർ അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ ടൈമും എന്തായിരിക്കണം? പെർ അവർ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അവറിലേക്ക് ചേഞ്ച് ചെയ്തത്. ഒന്നുകൂടി പറയാം. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ? ഡിസ്റ്റൻസ്. 30 മിനിറ്റ്സിൽ വാട്ടർ ഫ്ലോ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് 30 മിനിറ്റ്സിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് കാണാനായിട്ടുള്ള ഫോർമുല ഏതാ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് തന്നിട്ടുണ്ട്. വാട്ടർ ഫ്ലോ ചെയ്യുന്ന സ്പീഡ് ഏതാ? 60 കിലോമീറ്റർ പെർ അവർ ആണ്. ടൈം എത്രയാണ് തന്നിട്ടുള്ളത്? 30 മിനിറ്റ്സ്. മിനിറ്റ്സിന് അവറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 30/60 അവർ. കഴിഞ്ഞിട്ടില്ല. നമുക്ക് എല്ലാ മെഷർമെൻറ്റ്സും മീറ്ററിലല്ലേ, ഇവിടെ കിലോമീറ്റർ അല്ലേ. അപ്പോൾ കിലോമീറ്റർ ഏതിലേക്ക് ചേഞ്ച് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാ? 10 ഇൻറ്റു 1000 മീറ്റർ പെർ അവർ എന്ന് എഴുതാം. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. എന്തുകൊണ്ട് മീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യണേ? ബാക്കി എല്ലാതും നമുക്ക് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പോണത്? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ടാണ്. ഇൻറ്റു 30/60 അവർ പെർ അവർ. ഇപ്പം എല്ലാം പെർ അവറായി മാറി. അവർ ആക്കാൻ വേണ്ടിയിട്ടാണ് 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. നോക്കൂ, ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം എനിക്ക് ലെങ്ത്ത് കിട്ടി. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ 30 മിനിറ്റ്സ്. വാട്ടർ ഫ്ലോസ് ഇൻ 30 മിനിറ്റ്സ്. അതാണ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അത് എത്രയാണെന്നാണ് പറഞ്ഞത്? 10 ഇൻറ്റു 1000 അല്ലേ. 10 ഇൻറ്റു 1000 എനിക്ക് വേണമെങ്കിൽ 10,000 എന്ന് എഴുതാം. ഇൻറ്റു 30/60. ഇതാണ് നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കേട്ടോ. ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ലെങ്ത്ത്. ലെങ്ത്ത് എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻറ്റു 6 അതുപോലെ എഴുതി, 1.5 അതുപോലെ എഴുതി, ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. 8 എന്ന് പറഞ്ഞത് സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ഏതാ? മീറ്ററിലല്ലേ. സെൻറ്റിമീറ്ററിൽ നിന്ന് എങ്ങനെയാണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക? 8/100 മീറ്റർ എന്നാവും. നോക്കൂ, ബാക്കി എല്ലാതും മീറ്ററിലാണ്. അപ്പോൾ ഇത് സെൻറ്റിമീറ്ററിൽ നിന്ന് ഇതിലേക്ക് ചേഞ്ച് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 8/100 മീറ്റർ. ഇപ്പോൾ നമുക്ക് എല്ലാറ്റിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ അറിയാത്തൊരു വാല്യൂ മാത്രമേ ഉള്ളൂ. ഏതാ? ഏരിയ. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ചെയ്ത് ഒന്നുകൂടിയും പറയാം. ഒരല്പം കോംപ്ലിക്കേഷൻ ഉണ്ട് പ്രോബ്ലം, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇതൊരു വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഒരു കനാൽ, ഒരു ക്യൂബോയിഡ് ഷേപ്പിലാണ്. ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ L/B/H ആണ്. വാട്ടർ ഇറിഗേറ്റ് ചെയ്യണത് വോളിയം ഓഫ് വാട്ടർ ഇറിഗേറ്റഡ്. വോളിയം എന്ന് പറഞ്ഞാൽ ഏതാ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അതിൽ ഹൈറ്റ് തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ. ഏരിയ എന്നുള്ളത് അതുപോലെ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്ത് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സിൽ വാട്ടർ ഫ്ലോ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഇവിടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാൻ ഫോർമുല ഏതാ? ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്തു. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മിനിറ്റ്സിനെ അവറിലേക്ക് ചേഞ്ച് ചെയ്യാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെയാണ് ആ വാല്യൂസ് എനിക്ക് കിട്ടിയത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ ബാക്കിയുള്ള റൈറ്റ് സൈഡിലെ 2 ടേമുകളെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ടേംസ് കട്ട് ചെയ്യാം. 0 0 കട്ട് ചെയ്തു അല്ലേ. 6ഉം 6ഉം കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി ഇനി ഇവിടെ ഉണ്ടാവും. എങ്ങനെയൊക്കെയാണ്? 10,000 ഇൻറ്റു 1.5 ആണ് അല്ലേ. 10,000 ഇൻറ്റു 1.5. ഇനി ഇവിടെ ഒരു 100 അപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു 100 എന്നാവും അല്ലേ. ഡിവൈഡഡ് ബൈ എന്നുള്ളത് മൾട്ടിപ്ലൈ എന്നാവും കേട്ടോ, മുകളിലേക്ക് വരും.
8 എന്നുള്ളത് ഡിവൈഡഡ് ബൈ 8 എന്നാവും ഈസ് ഈക്വൽ ടു ഏരിയ. 8 ഡിനോമിനേറ്ററിലും 100 ന്യൂമറേറ്ററിലേക്കും വരും. ഇനി കട്ട് ചെയ്യാം. 1.5നെ നമുക്ക് ഒരു 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡെസിമൽ മാറും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1.5 ഇൻറ്റു 100ലെ ഒരു കാര്യം ചെയ്യാം. 1.5നെ ഇവിടെ ഒരു 3 കിടക്കുന്നുണ്ട് കേട്ടോ, അത് ഇവിടെ വരും. ഇൻറ്റു 3 എന്നും കൂടി ഉണ്ട്. ഇവിടെ ഒരു 3 ബാക്കിയുണ്ട്, 3 അതുപോലെയുണ്ട്. 3 ഇൻറ്റു 10,000 ഇൻറ്റു 1.5 ഇൻറ്റു 100 അല്ലേ എന്ന് പറഞ്ഞാൽ എത്ര വരിക? 15 എന്ന് വരും അല്ലേ? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ മാറി ഒരു 0 കൂടി വരും. 15 എന്ന് വരും. ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു ഏരിയ എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കൂ. 3 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ എത്രയായി? 45 ആയി അല്ലേ? 0 0 0 0 ആഡ് ചെയ്തു. ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു ഏരിയ എന്ന് വരും. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 45,000 ഡിവൈഡഡ് ബൈ 8 എന്നായി. 8 45ൽ 4 ഇൻറ്റു 8 5 ഇൻറ്റു 8 40 അല്ലേ? റിമൈനിങ് 5 50ൽ 6 ഇൻറ്റു 8 48 റിമൈനിങ് 2 20ൽ 2 ടൈംസ് അല്ലേ? 16 റിമൈനിങ് 4 40ൽ 5 ടൈംസ് 5 6 2 5 0 0 അങ്ങനെയാണ് വരിക. ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇങ്ങനെ വരും. 5 6 2 5 0 0 ഈസ് ഈക്വൽ ടു ഏരിയ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഏരിയ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ യൂണിറ്റ് ഏതാണെന്ന് നമുക്കറിയാം. ഏതാ? മീറ്റർ സ്ക്വയർ ആണ് അല്ലേ? മീറ്റർ സ്ക്വയറിനെ നമുക്ക് ഹെക്ടയറിൽ, സാധാരണ നമ്മൾ വലിയ ഏരിയാസൊക്കെ പറയുമ്പോൾ ഹെക്ടയറിലാണ് പറയുക. ഹെക്ടയറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഏരിയ മീറ്റർ സ്ക്വയർ ഉള്ളത് ഹെക്ടയറിലേക്ക് മാറ്റാനായിട്ട്, ഹെക്ടയർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മീറ്റർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഹെക്ടയറിലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഹെക്ടയറിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ദാറ്റ് മച്ച് ഏരിയ വരും എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 4 ഡിജിറ്റ്സ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ ആൻസർ വരുമ്പോൾ 56.25 ഹെക്ടയർ. ദാറ്റ് മച്ച് ഏരിയ ഇറിഗേറ്റഡ് ഈസ് ഈക്വൽ ടു 56.25 ഹെക്ടയർ. വലിയ ഏരിയാസ് വരുമ്പോൾ നമ്മൾ സാധാരണ മീറ്റർ സ്ക്വയറിൽ നിന്ന് ഹെക്ടയറിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. മീറ്റർ സ്ക്വയറിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഹെക്ടയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതുപോലെ ആൻസർ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്, വാട്ടർ ഫ്ലോ ചെയ്യണത് കനാല് എന്ന് പറയുന്നത് ഒരു ക്യൂബോയിഡ് ഷേപ്പാണെന്ന് ആലോചിക്കുക. വോളിയം നമ്മൾ സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം. അപ്പോൾ 30 മിനിറ്റ്സിൽ കനാലിലൂടെ ഫ്ലോ ചെയ്യണ വാട്ടർ തന്നെയാണ് നമ്മളിവിടെ ഇറിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണ വാട്ടർ. രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ കനാലിലൂടെ 30 മിനിറ്റ്സിൽ ഫ്ലോ ചെയ്യണ വാട്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ അതൊരു ക്യൂബോയിഡ് ആണെന്ന് വിചാരിച്ച് L/B/H ചെയ്യുക. ഇവിടെ ലെങ്ത് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷെ നമുക്കിങ്ങനെ അസ്യൂം ചെയ്യാം. വാട്ടർ 30 മിനിറ്റ്സിൽ എത്ര ഡിസ്റ്റൻസ് ആണോ ഫ്ലോ ചെയ്യണേ അതാണ് നമ്മുടെ ലെങ്ത് ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ 30 മിനിറ്റിൽ വാട്ടർ എത്ര ദൂരം സഞ്ചരിക്കും അതാണ് നമ്മുടെ ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വാട്ടർ ഇൻ 30 മിനിറ്റ്സ് അതാണ് നമ്മുടെ ലെങ്ത്. എങ്ങനെയാണ് 30 മിനിറ്റിൽ വാട്ടർ ഫ്ലോ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് തന്നിട്ടുള്ളത് കൊടുത്തു, ടൈം തന്നിട്ടുണ്ട്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഹവറിലേക്ക് ചേഞ്ച് ചെയ്യാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ലെങ്ത്തിന് പകരം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. കൺസെപ്റ്റ് മനസ്സിലായാൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഇതേപോലത്തെ മറ്റൊരു ക്വസ്റ്റൻ ആണ് 9th ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ ആലോചിച്ചാൽ പെട്ടെന്ന് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ ഫാർമർ കണക്ട്സ് എ പൈപ്പ് ഓഫ് internal diameter of 20 cm from a canal into a cylinder tank in her field, which is 10 meter in diameter and 2 meter in deep. If water flows through the pipe at the rate of 3 km per hour, in how much time will the tank be filled? ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞത് ഒരു കനാലിലൂടെ വാട്ടർ ഫ്ലോ ചെയ്തു എന്നാണ്.
ഇവിടെ കനാലല്ല, അതിന് പകരം ഏതാ പൈപ്പാണ്. അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്തു. കനാലായപ്പോൾ ഏതാ നമ്മൾ പറഞ്ഞത്, ഒരു ക്യൂബോയിഡ് ഫോമാണെന്ന് പറഞ്ഞു അല്ലേ. ഒരു പൈപ്പാണെങ്കിൽ ഏത് ഫോം ആയിരിക്കും വരിക, ഒരു സിലിണ്ടറാണ്. അതാണ് ആദ്യത്തെ ഐഡിയ നമുക്ക് വേണ്ടത്. രണ്ട് പ്രോബ്ലം നമുക്ക് കണക്ട് ചെയ്യാം വളരെ ഈസി ആയിട്ട്. കഴിഞ്ഞ പ്രോബ്ലം ചെയ്താൽ മനസ്സിലായാൽ ഈസി ആയിട്ട് ചെയ്യാം. അവിടെ കനാലിലൂടെയാണ് വാട്ടർ ഫ്ലോ ചെയ്തത്. അപ്പോൾ ഫിഗർ ക്യൂബോയിഡ് ആയിരുന്നെങ്കിൽ ഇവിടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഏതാ, ഒരു പൈപ്പ് വിൽ ബി ഇൻ ഫോം ഓഫ് എ സിലിണ്ടർ. അപ്പോൾ സിലിണ്ടറിലൂടെയാണ് വാട്ടർ വരുന്നത്. അങ്ങനെയാണ് ആലോചിക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറയണത്, വാട്ടർ ഫ്ലോസ് ത്രൂ എ പൈപ്പ് അറ്റ് ദ റേറ്റ് ഓഫ് 3 km/h. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ടാങ്ക് ബി ഫിൽ. ഇത് കളക്ട് ചെയ്യുന്നത്, വാട്ടർ കളക്ട് ചെയ്യുന്നത് ഒരു ടാങ്കിലാണ് അല്ലേ. വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്യണത് എങ്ങനെയാണ്, ഒരു ടാങ്കിലാണ്. ടാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് ഷേപ്പിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, സിലിണ്ടറിക്കൽ ടാങ്ക് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ഫോമിലാണ് സിലിണ്ടറിക്കൽ ടാങ്ക്. അപ്പോൾ ഒരു പൈപ്പിലൂടെ വരുന്ന വാട്ടർ ഒരു സിലിണ്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഇതാണ്, ക്വസ്റ്റ്യൻ ഇതാണ്, എത്ര ടൈം വാട്ടർ നമുക്ക് പൈപ്പിലൂടെ വരുന്ന വാട്ടറാണ് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് വേണ്ടതെന്ന്. വാട്ടർ ഫ്ലോസ് ടു ദ പൈപ്പ് അറ്റ് ദ റേറ്റ് ഓഫ് 3 km/h. ഹൗ മച്ച് ടൈം വിൽ ദ ടാങ്ക് ബി ഫിൽഡ്. ഈ ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുന്നതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ടൈം അവർ തന്നിരുന്നു 30 minutes എന്ന് അല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ 30 minutes എന്ന് അവർ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെങ്കിൽ ഇവിടെ ആ ടൈം നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ടൈം തന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചതെങ്കിൽ ഇവിടെ ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, ടൈം, എത്ര ടൈമിലാണ് ഈ ടാങ്ക് ഫില്ല് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് നമുക്കിതിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഈ രണ്ട് ഷേപ്പ്. ഈ പൈപ്പിലൂടെ വരുന്ന വാട്ടറാണ് ഈ ടാങ്കിൽ സ്റ്റോർ ചെയ്യണത്. അപ്പോൾ പൈപ്പിലൂടെ വരുന്ന വാട്ടർ, അതായത് ടൈം അറിയില്ല, അപ്പോൾ n ടൈം എന്ന് നമ്മൾ വിചാരിക്കണം. ടൈം എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് n ടൈം, ഇപ്പോൾ 10 minutes അല്ലെങ്കിൽ 20 minutes എന്ന് പറഞ്ഞതിന് പകരം n minutes എന്ന് പറയാം, അല്ലെങ്കിൽ t ടൈം എന്ന് എടുക്കാം. നമ്മുടെ കൺവീനിയൻസിന് ടൈം t ആയിട്ട് എടുക്കാം. അപ്പോൾ t minutes അല്ലെങ്കിൽ 10 minute 20 minute എന്ന് പറഞ്ഞ പോലെ t minutesൽ ഈ എത്ര വാട്ടറാണ് ഈ പൈപ്പിലൂടെ വരിക, അത്ര ടൈം കൊണ്ടായിരിക്കും ഈ ടാങ്ക് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഇപ്പോൾ 20 minutesലാണ് ടാങ്ക് ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ 20 minutesൽ പൈപ്പിലൂടെ വരുന്ന വാട്ടറിൻ്റെ വോളിയം ഈ ടാങ്കിൻ്റെ വോളിയം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. 30 minutesലാണ് ടാങ്ക് ഫില്ല് ചെയ്യുമെങ്കിൽ 30 minutesൽ പൈപ്പിലൂടെ വരുന്ന വാട്ടറിൻ്റെ വോളിയം അതുപോലെ ഈ സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ വോളിയം എന്തായിരിക്കും, സെയിം ആയിരിക്കും. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞില്ലേ 30 minutesൽ കനാലിലൂടെ വരുന്ന വാട്ടറിൻ്റെ വോളിയം ഇറിഗേറ്റ് ചെയ്തിട്ടുള്ള വാട്ടറിൻ്റെ വോളിയം ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ എത്ര ടൈമാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ആ ടൈം ഇപ്പോൾ 30 ആണെങ്കിൽ 30 minutesൽ ഫ്ലോ ചെയ്യണ വാട്ടറിൻ്റെ വോളിയം സ്റ്റോർ ചെയ്യണ വാട്ടറിൻ്റെ വോളിയം രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വോളിയം ഓഫ് വാട്ടർ തന്നിട്ടുള്ള അനുസരിച്ച് ഇങ്ങനെ എഴുതാം. വോളിയം ഓഫ് വാട്ടർ എന്താ പറയാൻ പറ്റുക, ത്രൂ ദ പൈപ്പ്, വോളിയം ഓഫ് വാട്ടർ ത്രൂ ദ പൈപ്പ്, ടൈം ആയതുകൊണ്ട് ഞാൻ പൈപ്പ് ഇൻ t minutes, മിനിറ്റ്സിലാണ് പറയാൻ പോണത് കേട്ടോ. ഇൻ t minutes ഈസ് ഈക്വൽ ടു, നോക്കൂ, t minutesൽ എത്ര വാട്ടറാണോ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുക അതിൻ്റെ വോളിയം ഓഫ് വാട്ടറും പിന്നെ ഏതാ വോളിയം ഓഫ് സിലിണ്ടർ അല്ലേ, ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്ക് സിലിണ്ടറിൻ്റെ ഫോമിലാണ്. ആ വാട്ടർ ടാങ്കിൻ്റെ വോളിയം ഈക്വൽ ആയിരിക്കും. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കണം. t minutesൽ ഫ്ലോ ചെയ്യണ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യണ വാട്ടറിൻ്റെ വോളിയം ഈ ടാങ്ക് ഫില്ല് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ടാങ്കിൻ്റെ വോളിയം രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ കൺസെപ്റ്റ് വേണ്ടത്. ഇനി ഇത് ഏത് ഷേപ്പിലാണ് വാട്ടർ ഫ്ലോ ചെയ്യണത്, ഒരു പൈപ്പിൻ്റെ ഷേപ്പാണ് അല്ലേ. പൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതാ, സിലിണ്ടർ അല്ലേ. സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമുക്ക് രണ്ടും സിലിണ്ടറാണ്, ടാങ്കും സിലിണ്ടറാണ്, പൈപ്പും സിലിണ്ടറാണ്. അപ്പോൾ ഒന്ന് സ്മോൾ ആറും ഒന്ന് ക്യാപിറ്റൽ ആറും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് സ്മോൾ ആറും ഇതിൻ്റെ ഹൈറ്റ് h കൊടുത്തു, ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ഇതിൻ്റെ ഹൈറ്റ് ക്യാപിറ്റൽ h കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വോളിയം ഓഫ് വാട്ടർ ത്രൂ ദ പൈപ്പ്, പൈപ്പിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാ, പൈ r² h ആണ്, ഇസ് ഈക്വൽ ടു ഇൻ t minutes എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അതിൽ വരും t minutes എന്നുള്ള. t minutesൽ
പൈപ്പിലൂടെ ഫ്ലോ ചെയ്യണ വാട്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ഈ വോളിയം ഓഫ് പൈപ്പാണ് വരിക അല്ലേ? വാട്ടർ ഫ്ലോ ചെയ്യണ പൈപ്പിലൂടെയല്ലേ? അപ്പോൾ വാട്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ വോളിയം വരിക? പൈപ്പിൻ്റെ വോളിയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കൂ, കനാലിലൂടെ വാട്ടർ വന്നപ്പോൾ കനാലിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ക്യൂബോയിഡിൻ്റെ വോളിയായിട്ടല്ലേ നമ്മളെടുത്ത്. ഇവിടെ ഏത് ഷേപ്പിലാണ് വാട്ടർ ഫ്ലോ ചെയ്യണേ? ഒരു സിലിണ്ടറിക്കൽ പൈപ്പിൻ്റെ ഷേപ്പ്. പൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതാ? ഒരു സിലിണ്ടർ. അപ്പോൾ ഇവിടെ നമുക്ക് ഏതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണ്ടേ? പൈ ആർ സ്ക്വയർ എച്ച്. ഇനി ഇവിടെ നെക്സ്റ്റ് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യണത് ഏതാ? ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിൽ ഫില്ല് ചെയ്യണമെന്ന് പറയും. വാട്ടർ ടാങ്ക് ഏത് ഷേപ്പാ? സിലിണ്ടർ ആണ്. സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏതാ? വീണ്ടും സിലിണ്ടറും എന്താണ്? ഈ വാട്ടർ ടാങ്ക് ഏതാണ്? ഒരു സിലിണ്ടർ ആണ് അല്ലേ? അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏതാ വരിക? പൈ ആർ സ്ക്വയർ എച്ച്. ഇത്രയ്ക്കുള്ളൂ. പൈപ്പ് നമ്മൾ ചെറിയൊരു സിലിണ്ടറായിട്ട് എടുത്തു, നമ്മുടെ ടാങ്ക് വലിയൊരു സിലിണ്ടറായിട്ട് എടുത്തു. ഈ രണ്ടിൻ്റെയും വോളിയം എന്തായിരിക്കും? ഈക്വലാണ്. കാരണം പൈപ്പിലൂടെ T ടൈമിൽ വരുന്ന വാട്ടറാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യണത്. അപ്പോൾ ഈ പൈപ്പിൻ്റെ വോളിയം അതുപോലെ ടാങ്കിൻ്റെ വോളിയം ഈ T ടൈമിൽ രണ്ടും എന്തായിരിക്കും? സെയിം. T ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20 മിനിറ്റ് ആണെങ്കിൽ 20 മിനിറ്റിൽ പൈപ്പിലൂടെ വരുന്ന വാട്ടറിൻ്റെ വോളിയം 20 മിനിറ്റിൽ ഫില്ല് ചെയ്യും ഈ ടാങ്ക് അല്ലേ? ആ ടാങ്കിൻ്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നെക്സ്റ്റ് പൈ ആർ സ്ക്വയർ എച്ചിൽ രണ്ട് സൈഡിലും പൈ ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ റേഡിയസ്, നമ്മുടെ പൈപ്പിൻ്റെ റേഡിയസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? പൈപ്പിൻ്റെ റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കൂ. വിച്ച് ഈസ് 10 മീറ്റർ ആൻഡ് ഡയാമീറ്റർ 2 മീറ്റർ ഡീപ്പ്. ഇങ്ങനെയാണ് പറഞ്ഞത്. ഫാർമർ കണക്ട്സ് എ പൈപ്പ് ഓഫ് ഇൻറ്റേർണൽ ഡയാമീറ്റർ ഓഫ് 20 സെൻറ്റിമീറ്റർ. ഇൻറ്റേർണൽ ഡയാമീറ്റർ 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ റേഡിയസ് ഏതായിരിക്കും വരിക? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഫ്രം എ കനാൽ ആൻഡ് സിലിണ്ടറിക്കൽ ടാങ്ക് ഫീഡ് വിച്ച് ഈസ് 10 മീറ്റർ ഡയാമീറ്റർ. ഇതിൻ്റെ ഡയാമീറ്റർ 10 ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും വരിക. 10 മീറ്റർ കേട്ടോ, സെൻറ്റിമീറ്റർ അല്ല, മീറ്റർ ആയിരിക്കും വരിക. 10 മീറ്റർ എന്ന് പറയണം. അപ്പോൾ 5 മീറ്റർ ആയിരിക്കും വരിക. ആൻഡ് ഹൈറ്റ് ഈസ് 2 മീറ്റർ. ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 2 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സെൻറ്റിമീറ്ററിലും ഇതേതാ മീറ്ററിലുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടും സെയിം യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 10/100 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇൻറ്റു 10/100 മീറ്ററിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു കേട്ടോ. കാരണം ഇവിടെയൊക്കെ മീറ്ററിലാണ്. അപ്പോൾ സെൻറ്റിമീറ്ററിന് നമുക്ക് മീറ്ററിലേക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ എന്നുള്ളത് മീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ 10/100 മീറ്റർ എന്ന് പറയും. ഈ സി ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിൻ്റെ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, എന്താണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്? T ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ആണോ വാട്ടർ ഫ്ലോ ചെയ്യുക അതാണ് ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞില്ലേ, 30 മിനിറ്റ്സിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? ലെങ്ത് എന്ന് പറഞ്ഞു അല്ലേ? അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ആലോചിക്കേണ്ടത്. T ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ആണോ വാട്ടർ ഫ്ലോ ചെയ്യുക അതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയണത്. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുക? ഹൈറ്റ് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ അവർ തന്നിട്ടുണ്ട്, ഫ്ലോ ചെയ്യണ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ, 3 km/h എന്നാണ് പറയണത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 കിലോമീറ്ററിനെ നമുക്കിവിടെ കണ്ടുപിടിക്കാം. H ഈസ് ഈക്വൽ ടു, H എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ഞാൻ പറഞ്ഞത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വാട്ടർ ഇൻ T ടൈം. T ടൈമിൽ വാട്ടർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഹൈറ്റ് എന്ന് പറഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് T ടൈമിൽ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാ? സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലേ? ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 3 km/h എന്ന് തന്നിട്ടുണ്ട്. ടൈം നമുക്ക് കണ്ടുപിടിക്കണം, അറിയില്ല, അപ്പോൾ T എന്ന് തന്നെ എഴുതി. പക്ഷെ കിലോമീറ്ററിന് നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 3 × 1000 × T. അപ്പോൾ ഇവിടെ H എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? 3000 T ആയിരിക്കും നമ്മുടെ H എന്ന് പറയുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക, ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ T ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ആണോ വാട്ടർ മൂവ് ചെയ്യുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക അതാണ് നമ്മുടെ H എന്ന് പറയുന്നത്. അപ്പോൾ 10 മിനിറ്റിൽ എത്ര വാട്ടർ ഫ്ലോ ചെയ്യണം, എത്ര ലെങ്ത് വാട്ടർ ഫ്ലോ ചെയ്യണം, അതാണ് H എന്ന് പറയുന്നത്. അതുപോലെ T മിനിറ്റ്സിൽ
എത്ര ഡിസ്റ്റൻസ് ആണോ വാട്ടർ ഫ്ലോ ചെയ്യുക അതാണ് ഈ പൈപ്പിൻ്റെ ലെങ്ത്ത് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വാട്ടർ ഫ്ലോ ചെയ്യണ ലെങ്ത്താണ്. മനസ്സിലായി? ടി ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ആണോ വാട്ടർ ഫ്ലോ ചെയ്യുക അതാണ് നമ്മുടെ എച്ച് എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്പീഡ് തന്നിട്ടുള്ള എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ഏതാ? സ്പീഡ് ഇൻറ്റു ടൈം. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 കിലോമീറ്റർ ഇൻറ്റു ടൈം ഇവിടെ അറിയില്ല, അപ്പോൾ ടി എന്ന് തന്നെ എഴുതി. അങ്ങനെയാണെങ്കിൽ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 3 × 1000 എന്താ വരിക? 3000 മീറ്ററായി. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻറ്റു ടൈം ടി എന്ന് തന്നെ എടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എച്ചിൻ്റെ വാല്യൂ ഇങ്ങനെ വരും, 3000 ടി എന്ന് കിട്ടും. അതാണ് ഞാനിവിടെ എച്ചിന് പകരം കൊടുക്കുന്നത്. എത്രയാണ്? 3000 ടി. അതാണ് നിങ്ങളുടെ എച്ച് വരും. ഈസ് ഈക്വൽ ടു, ഇനി ക്യാപിറ്റൽ ആർ നമുക്കറിയാം എത്രയാണ്? 5 ഇൻറ്റു ആർ സ്ക്വയർ മാറുമ്പോൾ 5 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 5 × 5 × 2. ഇവിടെ ഒരു ചെറിയ സംശയം ഇതാണ്, എച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ലെങ്ത്ത് കണ്ടുപിടിച്ച പോലെ തന്നെയാണ് ഇവിടെ എച്ച് കണ്ടുപിടിക്കുന്നത്. എച്ച് എന്ന് പറഞ്ഞാൽ ടി ടൈമിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ടി ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടി, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏതാ? 3 km/h അല്ലേ? അപ്പോൾ 3 × ടി എന്ന് വരും. കിലോമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതുപോലെ ചെയ്തിരുന്നു. അതുപോലെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഏതാ വരിക? 3000 ടി. ടി അറിയില്ല, അതുകൊണ്ട് ടി എന്ന് തന്നെ എഴുതി. ഇനി നമുക്ക് ടിയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ടി ഈസ് ഈക്വൽ ടു 5 × 5 × 2. ഈ ഡിനോമിനേറ്ററിൽ 100 മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 100 × 100 എന്നാവും. 2 100 ഉള്ളത് മുകളിലേക്ക് വരുമ്പോൾ ഇൻറ്റു 100 × 100 എന്നായി. ഡിവൈഡഡ് ബൈ 10 × 10 × 3000. അത് വേണമെങ്കിൽ അവിടെ ഇട്ട് കട്ട് ചെയ്യാം. ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ് സിംപ്ലിഫൈ ചെയ്യണത് കേട്ടോ. ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. 10 × 10 × 3000 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇനി വെറുതെ സിംപ്ലിഫൈ ചെയ്താൽ മതി. 2 0 ഉണ്ട്. അപ്പോൾ മൊത്തം 4 zeros നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 2 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. അത് കട്ട് ചെയ്ത് കളയാം. ബാക്കി നിങ്ങൾക്ക് ഉണ്ടാവുക ഇത്ര മാത്രമേ ഉള്ളൂ, 5/3. അത്ര അവർ ആയിരിക്കും വരിക. 5/3 അവർ അതാണ് വരിക. മിനിറ്റ്സിലാണ് അവർ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അവർന്ന് മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5 ഡിനോമിനേറ്ററിന് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ 5/3 എന്നുള്ളതിൽ കറക്ഷൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അവർന്ന് മിനിറ്റ്സിലേക്കല്ലേ ചേഞ്ച് ചെയ്യണത്. അപ്പോൾ 60 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. മിനിറ്റ്സിലേക്കാണ് ചേഞ്ച് ചെയ്യണത്. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കൂ, 3 60ൽ കട്ട് ചെയ്യാം. എത്ര ടൈംസാണ്? 20 ടൈംസ് അല്ലേ? 20 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 മിനിറ്റ്സ്. അതായിരിക്കും ആൻസർ വരും. അപ്പോൾ ടൈം അല്ലേ? ടി ഈസ് ഈക്വൽ ടു, ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടി ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 100 മിനിറ്റ്സ്. 5/3 അവർ എന്ന് പറയാം, അല്ലെങ്കിൽ 100 മിനിറ്റ്സ് എന്ന് വരും. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അവസാനത്തെ 2 ക്വസ്റ്റ്യനും സിമിലർ ആണ്. മനസ്സിലായി കഴിഞ്ഞാൽ, ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നോക്കൂ, ഒന്നൊരു കനാലിലൂടെ വാട്ടർ ഫ്ലോ ചെയ്തപ്പോൾ ഒരു ക്യൂബോയിഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ആ ക്യൂബോയിഡിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 30 മിനിറ്റ്സിൽ എത്ര ലെങ്ത് ആണ് വാട്ടർ ഫ്ലോ ചെയ്യുക, എത്ര ഡിസ്റ്റൻസ് ആണ് വാട്ടർ ഫ്ലോ ചെയ്യുക. അവിടെയും ലെങ്ത്ത് കാണാൻ ഉപയോഗിച്ചത് ഡിസ്റ്റൻസിൻ്റെ ഫോർമുലയാണ്. ഈ ക്വസ്റ്റ്യനിലും എച്ച് കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? എച്ച് എങ്ങനെ കണ്ടുപിടിക്കുക? ടി ടൈമിൽ വാട്ടർ എത്ര ഡിസ്റ്റൻസ് ആണോ ട്രാവൽ ചെയ്യണേ അതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. വാട്ടർ ഫ്ലോ ചെയ്യണ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടൈം ടി തന്നെയാണ്. സ്പീഡ് തന്നിട്ടുണ്ട്, 2 കേസിൽ സ്പീഡ് തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അവിടെ എൽ കണ്ടുപിടിച്ച പോലെ തന്നെയാണ് ഇവിടെ എച്ച് കണ്ടുപിടിക്കുന്നത്. ആ ഒരു ടേം എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പിന്നെ ചെയ്യാം ഈ പ്രോബ്ലം. 2 പ്രോബ്ലം നല്ലോണം പ്രാക്ടീസ് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 3rd എക്സസൈസിൽ മൊത്തം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആയി. നമുക്കറിയാം ലാസ്റ്റ് എക്സസൈസ്, ലാസ്റ്റ് ടോപ്പിക് പ്രശ്നം ഈ വർഷം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ആ പോർഷൻ. അപ്പോൾ അത് എക്സാമിനില്ല. 3 എക്സസൈസ് മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻ, എല്ലാ പ്രോബ്ലം ഞാൻ വീഡിയോ വഴി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. So thank you for watching. Don't forget to subscribe.